ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൺബോക്സിങ് ബൈ ഷെറിൻ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് ആയിട്ടൊരു സാധനമാണ്. നമ്മുടെ ചാനൽ ഇത് വരുമെന്നൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ചാനൽ തുടങ്ങുമ്പോൾ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടായിരുന്നു നമ്മുടെ ഒരു ബ്രദറിന് വേണ്ടിയിട്ട് നമ്മളൊരു iPhone 15 അൺബോക്സ് ചെയ്യുന്നത്. ഇത് iWatch. ഇതും ബ്രദറിന് തന്നെ ഒന്നാണ്. iWatchൻ്റെ സീരീസ് 9 ആണിത്. സിൽവർ അലൂമിനിയം കേസ്, ക്രോം ബ്ലൂ സ്പോർട്സ് ബാൻഡ്. അപ്പം ഒരു എക്സ്ട്രാ ബാൻഡ് കൂടെ ഉണ്ട്. ഇതിൽ നിന്ന് മനസ്സിലായി കാണുമായിരിക്കും. നമ്മുടെ ചാനലിൽ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റുകൾ വന്ന് തുടങ്ങിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിതൊന്നും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. പിന്നെ ബ്രദറിന് കിട്ടുമെന്നോ അതേപോലെ തന്നെ ബ്രദറിന് കിട്ടുവാണെങ്കിൽ തന്നെ എനിക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ലാതാണ് ഈ ചാനൽ തുടങ്ങിയതും ഒക്കെ. അപ്പം ലാഗില്ലാതെ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇത് ബ്രദറിന് ആരോ ഗിഫ്റ്റ് കൊടുത്തതാണ്. നമ്മുടെ നൈഫ്, ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് പൊട്ടിക്കാനായിട്ട് നൈഫൊന്നും ആവശ്യമില്ല. പക്ഷേ ഇത് ഈ സ്ട്രാപ്പ് എക്സ്ട്രാ ഉള്ളതുകൊണ്ട് അത് ഒട്ടിച്ചേക്കുന്നൊന്ന് കട്ട് ചെയ്യാൻ മാത്രം മതി. നമ്മുടെ ചാനലിലെ വെള്ളിയാഴ്ചയും വൈകുന്നേരം 6:30ക്കാണ് വീഡിയോസ് അപ്ലോഡ് ആകുന്നത്. എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. വായിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ച് വാങ്ങിച്ചാൽ മതി. അല്ലാതെ വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്താൽ മതി. അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്നും പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഇട്ടിട്ട് വേണ്ട ആപ്പിളിന് സെയിൽ കിട്ടാനായിട്ട്. പക്ഷേ ഇതിൻ്റെ ലിങ്ക്, ആപ്പിളിൻ്റെ സൈറ്റിൽ കിടക്കുന്നതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. വാങ്ങാൻ താല്പര്യമുള്ളവർ അതിലേക്ക് കൂടെ നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റിൻ്റെ സൈറ്റിൽ കിടക്കുന്ന ഫോട്ടോസും എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞുള്ള ഫോട്ടോസും വീഡിയോ ആഡ് ചെയ്തേക്കാം. വാങ്ങാൻ താല്പര്യമുള്ളവരോട് നോക്കണം, നല്ലതായിരിക്കും. ആപ്പിളിന് എൻ്റെ റിവ്യൂ കിട്ടിയിട്ട് വേണ്ട സെയിൽ കിട്ടാൻ. അത് നമ്മളങ്ങ് ഇടുന്നുള്ളൂ. നമുക്ക് ഓപ്പൺ ആക്കാം. ഇവിടുത്തെ ഇത് ഓൾറെഡി ഓപ്പൺ ആക്കിയതാണ്. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയായിരിക്കും. ഞാനായിരുന്നു ഓപ്പൺ ആക്കുന്നത്. നമുക്ക് ഓപ്പൺ ആക്കാം. ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ആദ്യം നോക്കാം. നമ്മുടെ വാച്ച് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയുടെ സെക്ഷൻ വരുന്നത്. നമുക്കത് ഇവിടെ ഇരിക്കട്ടെ. എന്തൊക്കെ വരുന്നത് നോക്കാം. ഇതിൻ്റെ അകത്തൊരു കേബിളാണ് വന്നേക്കുന്നത്, ചാർജിങ് കേബിൾ. ഇത് ചാർജിങ് കേബിളാണ് വന്നേക്കുന്നത്. Type-C to വയർലെസ് ചാർജറൊക്കെ പോലത്തെ ടൈപ്പ് കേബിളാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഒരു മെറ്റൽ എന്നാണ്. നല്ല ഇച്ചിരി ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പുറത്തെ അറ്റം ഒരു Type-C ആണ്. കേബിളിനും ഒരു ഗ്രിപ്പ് പോലെ ഫീൽ ചെയ്യുന്നൊരു ടൈപ്പിലാണ് ഇതിൻ്റെ കേബിൾ വന്നിരിക്കുന്നത്. നല്ല സാധാ വെറും പ്ലാസ്റ്റിക് ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇത് മാത്രമേ പെട്ടിക്കകത്ത് വരുന്നുള്ളൂ, വേറൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് തപ്പുന്നത്. അപ്പം നമുക്ക് ഈ സ്ട്രാപ്പും കൂടെ നമുക്ക് ഓപ്പൺ ആക്കാം. ഇതിവിടെ ആയിട്ട് അതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഇടേണ്ടത്, അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ എല്ലാം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. വായിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് വായിച്ചാൽ മതി. എന്നുള്ളത് നമ്മുടെ സ്ട്രാപ്പ് തന്നെയാണ്. ക്രോം ബ്ലൂ സ്പോർട്സ് ബാൻഡ് എന്നാണ് ഈ കളറിൻ്റെ പേര്. ഇങ്ങനെയാണ് എടുക്കുന്നത്. കയറിപ്പോകുന്നുണ്ട്, ക്ഷമിക്കണം. ഇതാണ് സ്ട്രാപ്പ്. നല്ല ക്വാളിറ്റി റബ്ബർ മെറ്റീരിയലാണ്. ജസ്റ്റ് ഇങ്ങനെ കയറ്റിയിട്ടാണ് ഇത് ലോക്ക് ചെയ്യുന്നത്. ഇവിടെ ലോക്ക് വന്നു, കഴിഞ്ഞു പോകത്തില്ല. ഇത് വരുന്നത് സ്ട്രാപ്പ് വരുന്നത്. ഇതിൻ്റെ സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 45 mm. ഇതുകൂടെ ഓപ്പൺ ആക്കാം. പേപ്പറിന് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ സ്റ്റിക്കർ നമുക്ക് മാറ്റാം. ഇതിൻ്റെ പുറകിലും സ്റ്റിക്കറുണ്ട്. ഇവിടെ iWatch സീരീസ് 9 ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട്. 45 mm അലൂമിനിയം ആൻഡ് സെറാമിക് കേസ്. അലൂമിനിയം ആൻഡ് സെറാമിക്. അപ്പം അതുകൊണ്ട് നല്ല ഹെവിനെസ്, വേറെ കമ്പാരിറ്റീവ്ലി മറ്റേ വാച്ചുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. 10nx ഗ്ലാസ് ആണ് വരുന്നത്. GPS, വാട്ടർ റെസിസ്റ്റൻ്റ് 50 മീറ്റർ വരെ ഉണ്ട്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നത്. ഇതിങ്ങനെ വെച്ചാൽ മതി, അറ്റാച്ച് ആയിട്ടിരുന്നത്. കമത്തി വെച്ചാൽ പോലും വീഴത്തൊന്നുമില്ല. നല്ല കട്ടിയുള്ള മാഗ്നറ്റാണ്. മറ്റ് സ്മാർട്ട് വാച്ചുകളിലൊക്കെ നമ്മൾ ഇങ്ങനെ ചാർജൊക്കെ ഉപയോഗിക്കാൻ നോക്കിയാൽ
ഇങ്ങനെ വെച്ചാലൊക്കെ ഊരിപ്പോവുകയും ചെയ്യും. ആപ്പിൾ ആയതുകൊണ്ട് ഇതിനും നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വാച്ച് നമുക്ക് ഇത് കണക്ട് ചെയ്യാം. അതേ സ്ട്രാപ്പ് ഇങ്ങനെയാണ് സ്ട്രാപ്പ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു വീഡിയോ, ഇതുകൊണ്ട് വാച്ച് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത്. അത്രേ ഉള്ളൂ. ഇവിടെ ഒരു ലോക്ക് വീഴുമ്പോൾ ഒരു ചെറിയൊരു ശബ്ദം കേൾക്കും, അത്രേ ഉള്ളൂ. ഇവിടെ 45 mm എന്നുള്ള സ്ട്രാപ്പ് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഈ വശം മണ്ടയ്ക്ക് വരുന്ന രീതിയിൽ ഈ സ്റ്റീലിന് ഇരുമ്പ് പോലത്തേത് ഒന്ന് ലോക്കാകുന്ന ഒരു ശബ്ദം കേൾക്കാം, ശ്രദ്ധിച്ചാൽ മതി. ഒരു ശബ്ദമുണ്ട്. അങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. ഊരാനാണ് ഇത്. ഇവിടെ പ്രസ് ചെയ്യാനൊരു പ്ലേസ് ഉണ്ട്, അവിടെ പ്രസ് ചെയ്യുക, ഇങ്ങനെ സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യുക. വളരെ ഈസിയാണ്. ഇൻസ്റ്റാളും റിമൂവും ചെയ്യാം. ഒന്നുകൂടെ ശബ്ദം കേൾക്കാം. ഇവിടെ ഒരു ചെറിയൊരു ശബ്ദമുണ്ട്. ഇത് ഓണാക്കി നോക്കാം. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഇത് ഓണാക്കുന്നതെന്ന് വരെ ഉള്ളൂ വീഡിയോ. ബാക്കി ഡീറ്റെയിലൊന്നും നമുക്ക് ഒരു ക്വിക്കായിട്ടുള്ളൊരു അൺബോക്സിങ് അത്രയേ ഉള്ളൂ. അതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യാൻ ഫോണുമായിട്ട് കണക്ട് ചെയ്യണമെന്നാണ് എൻ്റെ അറിവ്. എനിക്ക് തോന്നുന്നു ചാർജില്ലെന്ന് തോന്നുന്നു. അപ്പം ചാർജില്ല. എൻ്റെ ടൈപ്പ് സി വരുന്ന അഡാപ്റ്റർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ അൺബോക്സിങ് ഇവിടെ വരെ ഉള്ളൂ. കാരണം അഡാപ്റ്ററിലെ ടൈപ്പ് സി വരുന്ന അഡാപ്റ്ററൊന്നും നമ്മുടെ എൻ്റെ കയ്യിലില്ല. അത് ഇന്നാളെ വാങ്ങിച്ച, പക്ഷേ പെട്ടിക്കകത്ത് ചാർജറൊന്നും ഇല്ലായിരുന്നു, ടൈപ്പ് സി കേബിൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ബ്രദറിന് എക്സ്ട്രാ വാങ്ങിയതേ ഉള്ളായിരുന്നു. അപ്പം ഇത് ഓണാക്കി കാണിക്കാൻ ഒരു നിവൃത്തിയില്ല. സോറി, ക്ഷമിക്കണം എല്ലാവരും. ഒറിജിനൽ ആപ്പിൾ തന്നെയാണ് ബോക്സിലുണ്ടായിരുന്നു, അല്ലാതെ ചാർജറൊന്നും വാങ്ങിച്ചല്ല, ഒറിജിനൽ തന്നെയാണ്. ബ്രദറിന് ഗിഫ്റ്റ് കിട്ടിയത്, അപ്പം പിന്നെ ഒറിജിനലായി കിട്ടാൻ വഴിയുള്ളൂ. ഇവിടെ ഒരു ബട്ടണുണ്ട്, ഇതിലാണ് ഓണാക്കുന്നത് നോക്കാം. എന്നോട് ക്ഷമിക്കണം, ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഓണാക്കുന്നതെന്ന്. ഇവിടെ ആയിരുന്നു, ഇവിടെ ആപ്പിളിൻ്റെ ലോഗോ കാണിച്ചിട്ടുണ്ട്. എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ്, ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ടാണ്. ഇവിടെ ഇതായിരുന്നു സ്വിച്ച്, ഇതല്ലായിരുന്നു. നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഇവിടെ ഒരു ഹോളുണ്ട്. എന്തോ തിന്നാന്ന് മറ്റേ നോയിസിൻ്റെ ആയിരിക്കും, ഓഡിയോയുടെ ആയിരിക്കും. ഇവിടെ ഇത് മൈക്കാകാനാണ് ചാൻസ്. ആപ്പിളിൻ്റെ ലോഗോ വന്നിട്ടുണ്ട്. ലോ ബാറ്ററി, ടാപ്പ് ടു കണ്ടിന്യൂ കണക്ട് ആപ്പിൾ വാച്ച് ടു ദ ചാർജർ. അപ്പം ഇത് അത് തന്നെയാണ് പറയുന്നത്, ലോ ബാറ്ററി ആണെന്നാണ് പറയുന്നത്. അപ്പം എൻ്റെ മിസ്റ്റേക്കും ഉണ്ട്, കൂടാതെ ഇതുമുണ്ട്, ചാർജ് ഇല്ലാതെയുണ്ട്. ഇത് എല്ലാം ഒന്നും വർക്കാവുന്നൊന്നുമില്ല. വർക്കായി. ഓ, ഐഫോൺ വാച്ചിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറയുന്നത് ഉണ്ട്. ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. തെളിഞ്ഞ് ഞെക്കിയ വല്ല മാറുമെങ്കിൽ മാറ്റി കാണിക്കാം, അല്ലാതെ ഇവിടെ 2 ലൈൻ പോലും. ഇവിടെ വയ്ക്കുമ്പോൾ വയ്ക്കുമ്പോൾ ഇൻഫോ ബട്ടൺ എന്ന് പറഞ്ഞ എഴുതി വരുന്നുണ്ട്. ഫോണില്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല, ഫ്രണ്ട്സ് ക്ഷമിക്കണം. ഓ, ഇത് കറക്കുന്ന അനുസരിച്ച് ലാംഗ്വേജ് മാറും തോന്നുന്നു. കണ്ടോ, ഓരോ ലാംഗ്വേജ് ഇത് കറക്കുന്നതനുസരിച്ച് മാറുന്നുണ്ട്. ഇത്രക്കൊക്കെ സെറ്റിങ്സ് ഉണ്ടായിരുന്നു ആപ്പിളിൽ. നമുക്ക് ഇംഗ്ലീഷ് തന്നെ വെച്ചാൽ മതി. അപ്പം ഇത് ഓഫാക്കിയേക്കാം, മീൻസ് പവർ ഓഫ് ചെയ്തേക്കാം. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഓഫ് ചെയ്തേക്കാം. വോയിസ് അസിസ്റ്റൻ്റ് പോലെ മറ്റേ ഓഡിയോ നമുക്ക് ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത് വർക്കാണെന്ന് തോന്നുന്നു. അതാണ് തോന്നുന്നു ഇത് സെലക്ട് ആയിട്ടിരിക്കുന്നത്. റീസെറ്റ് ചെയ്തപ്പോൾ അത് വർക്കായിരുന്നു, ഡബിൾ ടാപ്പ് ചെയ്തപ്പോഴത്തേക്കും അത് റീസെറ്റ് ആയിരുന്നു. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. നമ്മൾ വെച്ച് ഇങ്ങനെയാണ് കിട്ടുന്നത്, എളുപ്പമാണ്. ജസ്റ്റ് ഇത് നമുക്ക് വേണ്ട സൈസ് നോക്കി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സൈസ് നോക്കി ഹോൾഡപ്പ് ഇടുക, ജസ്റ്റ് ഇതിൻ്റെ അതോട്ട് ഇത് കയറ്റിയിടുക. അപ്പം ഒതുങ്ങിയിരുന്നോളൂ, വെളിയിലോട്ടൊന്നും നിൽപ്പുണ്ടായിരിക്കില്ല. ഇങ്ങനെയാണ്. പിന്നെ അത് ലോഡിങ് ആയിട്ട് വരുന്നുണ്ട്, റീസ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഞാൻ തോന്നുന്നു. ഇതേ ഉള്ളൂ. ഊരാനാണെങ്കിലും ഇത് കൊണ്ടിട്ടെടുക്കുക, ജസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഓഫാക്കുകയാണ്. ഒറിജിനൽ തന്നെയാണ്, മറ്റേ ചാത്രമൊന്നുമല്ല, ഒറിജിനൽ തന്നെയാണ്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഒരു അൺബോക്സിങ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫോൺ ഉണ്ടെങ്കിലേ കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 അതുവരേക്കും താങ്ക് യു. പവർ ഓഫ് ചെയ്യാനായിട്ട് ഇത് ഇങ്ങനെ ചെയ്താൽ മതി. മുമ്പ് വോയിസിൻ്റെ എന്തോ ഓണായിരുന്നു, അതാണ് ഇങ്ങനെ വർക്കാകാൻ. ഇപ്പം കറക്റ്റായിട്ട് തന്നെ
വർക്കാകുന്നുണ്ട്. ഓഫ് ആകണം. ഓക്കെ.